നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകം യുദ്ധത്തിന്റെ കെടുതിയിൽ ക്ഷീണിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തിയ ഈ യുദ്ധം യൂറോപ്യൻ ഭൂഖണ്ഡത്തെ മാത്രമല്ല ആഗോള സാമ്പത്തികവും സുരക്ഷാ സമവാക്യങ്ങളും തന്നെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാന ചർച്ചയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ഇരുപതിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും പ്രതികരിച്ചു കഴിഞ്ഞു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്നും റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. മികച്ച സംഭാഷണമായിരുന്നുവെന്ന് ട്രംപും ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് റഷ്യയും പ്രതികരിച്ചു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപും പുടിനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത്. കീവിലേക്ക് റഷ്യ ആക്രമണ പരമ്പര തുടരവെയാണ് പുടിനുമായി സംസാരിച്ചെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇരുപതിന സമാധാന പദ്ധതിയിന്മേൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലും മികച്ച പുരോഗതി കൈവരിക്കാനായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 3 വർഷത്തോളമായി തുടരുന്ന രക്തരൂക്ഷിതമായ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുത്തു നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമാണ് സെലൻസ്കിയുമായുള്ള ചർച്ച. ഫ്ലോറിഡയിലെ മാറ-എ-ലാഗോയിലുള്ള ട്രംപിന്റെ റിസോർട്ടിലായിരുന്നു ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത്. ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്ന് സെലൻസ്കിയും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച സെലൻസ്കി തുടർ ചർച്ചകൾക്ക് സന്നദ്ധനാണ് എന്നും വ്യക്തമാക്കി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാധാന പദ്ധതിയിലേക്കുള്ള പുരോഗതി ഉണ്ടായി എന്ന ഇരു നേതാക്കളുടെയും പ്രതികരണം പ്രതീക്ഷ ഉയർത്തിയെങ്കിലും യാഥാർത്ഥ്യമത്ര ലളിതമല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം ഒരു അതിർത്തി തർക്കം മാത്രമല്ല എന്നതാണ്. റഷ്യക്ക് ഇത് നാറ്റോയുടെ വ്യാപനത്തിനെതിരായ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറുന്നു. യുക്രൈൻ ഇത് സ്വതന്ത്രതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇത് ആഗോള ശക്തി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയ സൈനിക പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഒരു ബഹുസങ്കീർണ യുദ്ധത്തെ ഒരു കൂടിക്കാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാം എന്ന ചിന്ത യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ നിന്ന് പുറത്തു വന്ന പ്രധാന വാക്ക് പ്രോഗ്രസ് എന്നതായിരുന്നു. എന്നാൽ സമാധാനത്തിലേക്കുള്ള പുരോഗതി എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? വെടിനിർത്തലോ, താൽക്കാലിക ആശ്വാസമോ, അതോ സുരക്ഷാ ഉറപ്പുകളോ? ഇതിൽ ഒന്നിനെ കുറിച്ചും വ്യക്തമായ രൂപരേഖ പുറത്തു വന്നിട്ടില്ല. അതുതന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ ചുറ്റിപ്പറ്റിയ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വാക്കുകൾ ശക്തമാണ്, പക്ഷേ വിശദാംശങ്ങൾ ഇപ്പോഴും തെളിച്ചമുള്ളതല്ല. ഡൊണാൾഡ് ട്രംപ് തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ സ്ഥിരതക്കുറവുണ്ടെങ്കിലും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന നേതാവ് എന്ന ഇമേജ് ഉയർത്തിക്കാട്ടാറുണ്ട്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ഒരു നേതാവിന്റെ വ്യക്തിപരമായ ഇച്ഛാശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നതല്ല. റഷ്യയുടെ നിലപാട്, പുടിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഉക്രൈന്റെ ജനങ്ങളുടെ വികാരം, യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷാ ഭീതികൾ, ഇവയെല്ലാം കണക്കിലെടുക്കാതെ ഒരു സമാധാന പദ്ധതിയും യാഥാർത്ഥ്യമാകില്ല. സെലൻസ്കിയുടെ സ്ഥിതി അതിലും ദുഷ്കരമാണ്. ഒരു ഭാഗത്ത് യുദ്ധത്തിൽ തകർന്ന രാജ്യം, സാമ്പത്തികമായി വിദേശ സഹായങ്ങളിൽ ആശ്രിതമായ ഭരണകൂടം, മറ്റൊരു ഭാഗത്ത് ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച ജനവികാരം. സമാധാനം എന്നത് ഉക്രൈനു വേണ്ടിയാണ്. എന്നാൽ അതിന്റെ വിലയായി ദേശത്തിന്റെ ഭാഗങ്ങൾ നഷ്ടപ്പെടണമെങ്കിൽ അത് സെലൻസ്കിയുടെ രാഷ്ട്രീയ ജീവിതത്തെയും ചരിത്രത്തിന്റെ സ്ഥാനത്തെയും തന്നെ ചോദ്യം ചെയ്യും. അതിനാൽ സമാധാനം വേണമെന്ന വാചകം എളുപ്പമാണെങ്കിലും അതിന്റെ നിബന്ധനകൾ കൂടി അംഗീകരിക്കുക അത്ര എളുപ്പമല്ല. യാഥാർത്ഥ്യം മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയും ചർച്ചാമേശയിൽ ഇരിക്കേണ്ടതുണ്ട്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച എത്രയേറെ ശ്രദ്ധ നേടിയാലും പുടിന്റെ സമ്മതമില്ലാതെ ഒരു സമാധാന പദ്ധതിയും നടപ്പിലാകില്ല. ഇതുവരെ റഷ്യയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ സമാധാനത്തെക്കാൾ കൂടുതൽ സൈനിക സമ്മർദ്ദം തുടരുന്നതായാണ് സൂചിപ്പിക്കുന്നത്. ഇത് പ്രോഗ്രസ് എന്ന വാക്കിനെ കൂടുതൽ സംശയത്തിന്റെ കണ്ണിലൂടെ കാണാൻ ഓരോരുത്തരെയും നിർബന്ധിതരാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിനും ഇവിടെ വലിയ പങ്കുണ്ട്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം, യൂറോപ്യൻ യൂണിയന്റെ ഭിന്നാഭിപ്രായങ്ങൾ, നാറ്റോയുടെ തന്ത്രങ്ങൾ, ഇവയെല്ലാം സമാധാന ശ്രമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ട്രംപ് വീണ്ടും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സന്ദേശമായും വായിക്കപ്പെടും. അതായത് സമാധാന ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം മാത്രമല്ല, ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗവുമാണ് എന്ന് സാരം. എങ്കിലും ഒരു സത്യത്തെ നിഷേധിക്കാനാവില്ല. യുദ്ധം തുടർന്നാൽ നഷ്ടപ്പെടുന്നത് മനുഷ്യരെയാണ്. കുട്ടികൾ, സ്ത്രീകൾ, സാധാരണ പൗരന്മാർ, ഇവരാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ. ആ അർത്ഥത്തിൽ ഏത് സംഭാഷണവും ഏത് കൂടിക്കാഴ്ചയും സമാധാനത്തെ കുറിച്ചുള്ള ചെറിയൊരു സൂചന പോലും പ്രതീക്ഷയുടെ ഒരു ജാലകം തുറക്കും. പക്ഷേ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം മനസ്സിലാക്കാതെ ആവശ്യപ്പെടുന്നത് അപകടകരമാണ് എന്നതും വാസ്തവമാണ്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കുന്ന നിർണായക വഴിത്തിരിവാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കാനാവില്ല. ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്, ഒരു ശ്രമമാണ്, അതിലുപരി ഒരു സന്ദേശമാണ്.
സമാധാനം സാധ്യമാകുമോ എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ റഷ്യയുടെ പ്രതികരണത്തിലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിലും യുദ്ധഭൂമിയിലെ യഥാർത്ഥ സാഹചര്യത്തിലും ആശ്രയിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യം പറയുന്നത് എന്നാൽ ഇതാണ്: സമാധാനം എളുപ്പമല്ല, വേഗത്തിൽ വരികയുമില്ല. എന്നാൽ യുദ്ധത്തിന്റെ അനന്തതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏത് ശ്രമവും ലോകം സൂക്ഷ്മമായി, സംശയത്തോടെയും അതേസമയം പ്രതീക്ഷയോടെയും ഒരേപോലെ നിരീക്ഷിക്കേണ്ടതാണ്.